ചിക്കൻ വരട്ടിയതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ചിക്കനിലേക്ക് മുളക് പൊടി നമ്മൾ 5 ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു 5-6 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇത് അത്രയ്ക്ക് എരിവ് കൂടിയ മുളക് പൊടിയല്ല, അപ്പോൾ ഞാൻ 5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. സാധാ ഈ ഒരു സൈസ് സ്പൂണാണ് കേട്ടോ. മല്ലിപ്പൊടി അത്രയും തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. നല്ല വലിയ ടീസ്പൂണായിട്ട് നന്നായിട്ട് നിറച്ചെടുക്കുക കേട്ടോ. 1 2 3 4 5 ടീസ്പൂണ് നന്നായിട്ട് നിറച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് കളറ് മാറുന്ന വരെ നമുക്കിത് വറക്കണം കേട്ടോ. എന്നാലാണ് ആ നാടൻ കോഴിയുടെ ചിക്കൻ വരട്ടുണ്ടല്ലോ, നാടൻ കോഴി വരട്ടിയത് അതിൻ്റെ ഒരു കളറ് വരണമെങ്കിൽ നന്നായിട്ട് നമ്മളിത് ഇതിൻ്റെ കളറ് മാറണ വരെ നമ്മൾ വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കരിയാതെ കുറച്ച് നേരം കൂട്ടിയൊക്കെ വെക്കാം. കരിയെന്ന് തോന്നുമ്പോൾ ഫ്ലെയിം കുറയ്ക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കളറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഫ്ലെയിമൊക്കെ കുറച്ച് അങ്ങനെ ആവാറാകുമ്പോൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നമുക്ക് നല്ലൊരു ചുമയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കളറ് കിട്ടിയാലാണ് നമ്മുടെ കോഴി നല്ല ആ ഒരു കറുത്തിരിക്കുള്ളൂ വരട്ടി വരുമ്പോഴേ. അപ്പോൾ അതുവരെ നമുക്കൊന്നങ്ങനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഈ മുളക് പൊടി. അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കൊന്നിങ്ങനെ വറക്കണം കേട്ടോ. ഒന്നും കൂടെ ഇത്തിരിയും കൂടെ കളർ വരാണ്ട് നല്ലൊരു കളർ വന്നാലാണ് നമ്മുടെ കോഴി വരട്ടി വരുമ്പോൾ ഒരു നല്ലൊരു കറുത്തൊരു കളർ വരുള്ളൂ കേട്ടോ. തനി നാടൻ രീതിയിലാണ് കേട്ടോ അത് വയ്ക്കുന്നത്. പണ്ടൊക്കെ ഇവിടെ കലശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു കലശ വരട്ടൊക്കെയാണ് കേട്ടോ. ഈ കോഴീനെ നാടൻ കോഴീനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നത്. ഇതിലധികം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചെയ്യണില്ല കേട്ടോ. മെയിനായിട്ട് ഈ ഒരു മല്ലിപ്പൊടി മുളക് പൊടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കുത്ത് കാരണം ഒരു ചുമ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം നിർത്താറായുണ്ട് കേട്ടോ. ഒട്ടും കരിയാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും കേട്ടോ. നിർത്തി കൊടുക്കാം കേട്ടോ. നാടൻ കോഴി വരട്ടണമെങ്കിൽ നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. സബോള തക്കാളി ഒന്നും എടുക്കണമില്ല. ആകെ ഈ ഇത്രയും ഉള്ളി എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളെ വേണ്ട കേട്ടോ ഇതിലേക്ക്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിയാം. പിന്നെ കുറച്ചധികം വേപ്പില വേണം കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിക്ക് മസാല പരട്ടി കൊടുക്കാം കേട്ടോ. ഇറച്ചിയിൽ നമ്മൾ മസാലയൊക്കെ ഇട്ടൊന്ന് പുരട്ടി ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ഈ മസാല വറുത്ത് വെച്ചത് ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയും മുളകും വറുത്തത് ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ 2 ടീസ്പൂൺ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി കേട്ടോ. ഉപ്പ്, കല്ലുപ്പ് ഇടുന്നുണ്ട്. പിന്നെ വേപ്പില ഈ അരിഞ്ഞ് വെച്ചേക്കണമെന്ന് കുറച്ച് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതിലൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനല്ല, കുറച്ച് മാത്രം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കണം കേട്ടോ. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. എല്ലാ പീസിലും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടുക. നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതിങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ച് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇറച്ചി പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്ത് ഉള്ളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഈ ഒരു നാടൻ കോഴിക്ക് വളരെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മതി കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നാവുമ്പോൾ ഇറച്ചിട്ട് കൊടുക്കുക. ഉള്ളി മൂത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഉള്ളി മൂത്തുണ്ട്, നമ്മൾ ഇറച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും നല്ല മൂത്ത കോഴിയാണ്. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ എങ്ങനെയായാലും അടുപ്പത്ത് കിടക്കേണ്ടി വരും കേട്ടോ. നമുക്ക് ഇരിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കുക. നല്ല മൂത്ത കോഴി ആയതുകൊണ്ട് ഒരുപാട് നേരം വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ അടുപ്പത്ത് നല്ല തീയിലാണ് അത് തന്നെ കിടക്കുന്നത് കേട്ടോ. നന്നായിട്ട് വിറകൊക്കെ കത്തിച്ച് നല്ല തീയിലായിരിക്കും ഇത് കിടക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് മൂടി വയ്ക്കാം കേട്ടോ. ഇതിലേക്കൊരു കരിക്കിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം മൂക്കാത്തതാണ്, അതുകൊണ്ട് നമുക്ക് വയറ്റൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നേരിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തിളച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് നേരം ഇനിയും കിടക്കണം, എന്നാലാണ് ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഒന്ന് എല്ലുമെന്ന് വിട്ട് പോരുള്ളൂ. കുറച്ച് പ്രായമായവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ ഇതിൻ്റെ ഇറച്ചിയൊക്കെ കടിച്ചു പിടിക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുക്കറിലിട്ട് വെച്ചാലും ഈ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ വിറകടുപ്പിലേക്ക് ഇട്ട് വെച്ച് ചെയ്യുമ്പോഴാട്ടോ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ നാടൻ കോഴിക്ക്. നാടൻ കോഴി കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ ഉരുളിയിലൊക്കെ ഇട്ട് വിറകടുപ്പിലൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ. ഒന്നും കൂടെ അടച്ചു വയ്ക്കാം കേട്ടോ. നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചാറും ഇറച്ചിയൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ വരട്ടണില്ല. അപ്പോൾ ഇറച്ചിയും ചാറൊക്കെ ആവശ്യമുള്ളവർക്ക് അതെടുക്കാം. ഈ ബാക്കിയുള്ളത് നമ്മൾ വരട്ടാനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുക്കും കേട്ടോ. ഇനി ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഒരു 2 ടീസ്പൂണ് പെരിഞ്ജീരകം 2 ടീസ്പൂണ് കുരുമുളകും കൂടെ പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി. 2 ടീസ്പൂൺ പെരിഞ്ജീരകം 2 ടീസ്പൂൺ കുരുമുളക്, ഇത് മാത്രം 2ഉം കൂടെ പൊടിച്ച് ഇതിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ കൂട്ടി വെച്ച് നന്നായിട്ട് ഇങ്ങനെ വരട്ടി തുടങ്ങാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അടി കരിയാതെ നോക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുക. വളരെ കുറച്ച് ചേരുവയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നാടൻ കോഴി. ആ ടേസ്റ്റാണെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് നന്നാക്കി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചാറായാലും കഴിക്കാനായിട്ട് സോണ ഇങ്ങനെ വരട്ടി കഴിഞ്ഞാൽ അതിൽ ടേസ്റ്റ്. ഇറച്ചി ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം വരട്ടിയുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഒന്നിങ്ങനെ തീയൊക്കെ കെടുത്തി ഒന്നും കൂടെ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു കളർ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചിക്കൻ വരട്ടി ഇതായിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇത് ഇറക്കി വയ്ക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.